കായംകുളം കൊച്ചുണ്ണി കള്ളനായ കഥ അറിയാമോ? 19 നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ കൊട്ടുകുളങ്ങരയ്ക്കടുത്താണ് കൊച്ചുണ്ണി ജനിച്ചത്. കൊച്ചുണ്ണിയുടെ പിതാവ് വലിയ അക്രമിയും കള്ളനുമായിരുന്നു. അന്നന്ന് മോഷ്ടിച്ചു കിട്ടുന്നതുകൊണ്ട് അഹോവൃത്തി കഴിച്ചുവന്നുവെന്നല്ലതെ അയാൾക്ക് സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു രാത്രിയിൽ മോഷ്ടിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം അയാളുടെ കുടുംബം പട്ടിണി ആയിരുന്നു. അതിനാൽ കൊച്ചുണ്ണിക്ക് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല. അങ്ങനെ കൊച്ചുണ്ണി വിശപ്പ് സഹിക്കാൻ വയ്യാതെ വീട് വിട്ട് അടുത്ത പ്രദേശമായ ഏവൂർ എന്ന സ്ഥലത്തു ചെന്നുചേർന്നു. അങ്ങനെ ഒരു പരദേശബ്രാഹ്മണന്റെ മഠത്തിൽ എത്തി. അവന്റെ കഥ കേട്ട് ദയാലുവായ ബ്രാഹ്മണൻ ഭക്ഷണം നൽകുകയും അടുത്തുള്ള വലിയ വീട്ടിൽ പീടിക എന്ന വലിയ പീടികയിൽ ജോലി വാങ്ങിച്ചു നൽകുകയും ചെയ്തു. കാലക്രമേണ പീടികയിലുള്ള സകല ജോലികൾക്കും ചുമതലക്കാരൻ കൊച്ചുണ്ണിയായിത്തീർന്നു. ഒരിക്കൽ കച്ചവട സാമാനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാനായി ആലപ്പുഴയ്ക്ക് പോയപ്പോൾ കൊച്ചുണ്ണിയെയും കൊണ്ടുപോയിരുന്നു. പേമാരിയിൽ പെട്ട് വഞ്ചി ആടി ഉലഞ്ഞു. വഞ്ചി മുങ്ങുമെന്ന് തീർച്ചയാക്കി. എന്നാൽ യാതൊരാപത്തും അപകടവും കൂടാതെ അവൻ വഞ്ചി കടവിലെടുപ്പിക്കുകയും ചെയ്തു. എല്ലാവരെയും സുരക്ഷിതമായി എത്തിച്ചു. ഇത് മുതലാളിക്ക് കൊച്ചുണ്ണിയോട് വിശ്വാസം കൂടി. അക്കാലത്ത് ഒരു തങ്ങൾ കായംകുളത്ത് എത്തി ആയുധാഭ്യാസം പരിശീലിപ്പിക്കുന്നതായി കൊച്ചുണ്ണി കേട്ടു. ആയുധാഭ്യാസം പഠിക്കാനായി ചെന്നപ്പോൾ തങ്ങൾ പറഞ്ഞു, നിന്റെ പിതാവ് വലിയ കള്ളനായിരുന്നു. നിന്നെ അഭ്യാസങ്ങൾ കൂടി ശീലിപ്പിച്ചാൽ നീ ലോകം മുടിക്കും. ഇത് കേട്ട് കൊച്ചുണ്ണി വല്ലാതെ വിഷമിച്ചു. എന്നാലും ആഗ്രഹം വിട്ടില്ല. രാത്രികാലങ്ങളിലായിരുന്നു തങ്ങൾ തന്റെ ശിഷ്യരെ അഭ്യസിപ്പിച്ചിരുന്നത്. ആരുമറിയാതെ തങ്ങളുടെ കളരിക്ക് സമീപം ഒരു സ്ഥലത്തിരുന്ന് അഭ്യാസങ്ങളെല്ലാം കണ്ടു പഠിക്കുകയും ചെയ്തു. ഒരിക്കൽ ഇത് കണ്ട തങ്ങൾ പഠിച്ചത് കാണിക്കുവാൻ പറഞ്ഞു. നന്നായി ആയുധാഭ്യാസം കാണിച്ച കൊച്ചുണ്ണിയെ തങ്ങൾക്ക് ഇഷ്ടമായി. പിന്നീട് തങ്ങളുടെ പ്രിയ ശിഷ്യനായി മാറി. അങ്ങനെ കൺകെട്ട്, ആളമാറാട്ടം മുതലായ ജാലവിദ്യകളും കൊച്ചുണ്ണിക്ക് പറഞ്ഞു കൊടുത്തു. ഏവൂർ ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ ശർക്കരയ്ക്ക് പീടികയിൽ എത്തി. എന്നാൽ മുതലാളിയുടെ വീട്ടിലായിരുന്നു ശർക്കര. അത് എടുക്കാൻ ചെന്ന കൊച്ചുണ്ണി എത്ര വിളിച്ചിട്ടും കതക്ക് തുറന്നില്ല. പഠിച്ച വിദ്യ ഉപയോഗിച്ച് അകത്തു കയറി ശർക്കര എടുത്തു. എന്നാൽ ഇതറിഞ്ഞ മുതലാളി അവനെ ജോലിയിൽ നിന്നും പുറത്താക്കി. ഒറ്റപ്പെട്ടുപോയ കൊച്ചുണ്ണി ഒരു വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നാൽ ജീവിക്കാൻ വേറെ മാർഗം ഇല്ലാതെ കൊച്ചുണ്ണി പണക്കാരിൽ നിന്നും മോഷ്ടിച്ചാണ് കുടുംബം നോക്കിയിരുന്നത്. ഇങ്ങനെ കിട്ടുന്നതിൽ ഒരു പങ്ക് ഉപയോഗിച്ച് പാവപ്പെട്ടവരെ അവൻ ധാരാളമായി സഹായിച്ചുകൊണ്ടിരുന്നു. അവന്റെ മോഷണം വർദ്ധിച്ചപ്പോൾ അവസാനം കൊച്ചുണ്ണിയെ പിടിക്കാൻ ദിവാൻ ഉത്തരവ് ഇട്ടു. എന്നാൽ കൊച്ചുണ്ണിയുടെ സുഹൃത്തുക്കളുടെ ചതിയിലൂടെ കൊച്ചുണ്ണിയെ പിടിച്ചു. എന്നാൽ ജയിൽ ചാടി അവരെ കൊച്ചുണ്ണി വകവരുത്തി. അങ്ങനെ കൊച്ചുണ്ണിയെ പിടിക്കാൻ കുഞ്ഞുപണികർക്ക് ഉത്തരവ് കിട്ടി. അങ്ങനെ കൊച്ചുണ്ണിയുടെ സുഹൃത്തിനെ സ്വാധീനിച്ച് കൊച്ചുണ്ണിക്ക് വിരുന്ന് നൽകി. അതിൽ മയക്കുമരുന്ന് നൽകി ജയിലിൽ അടച്ചു. അങ്ങനെ 91 ദിവസം ജയിൽ വാസത്തിനു ശേഷം കൊച്ചുണ്ണി മരിച്ചു. ഇന്നും കൊച്ചുണ്ണിയെ ദൈവമായി കണ്ട് ആരാധിക്കുന്ന ക്ഷേത്രം കേരളത്തിലുണ്ട്. പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും അവൻ ദൈവമായിരുന്നു.